കേരളം ഞെട്ടിയതാണ്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ വിസ്മയ ആ ദിവസം മാത്രം ആ വീട്ടിൽ നേരിട്ട കൊടിയ പീഡനങ്ങൾ, കൊടിയ മർദ്ദനങ്ങൾ, കൊടിയ ഉപദ്രവങ്ങളൊക്കെ കേട്ട് അതിന്റെ വിശദാംശങ്ങൾ വിസ്മയുടെ അച്ഛനമ്മയൊക്കെ പറയുന്നത് കേട്ട് കേരളം ഞെട്ടിയതാണ്. ആരോപിച്ച പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകളും, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകളും, സ്ത്രീധന നിരോധനത്തിലെ 2 വകുപ്പുകൾക്കും കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് 323 506 എന്നീ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടില്ല. കേരളമാകെ നൊമ്പരത്തിലാഴ്ത്തിയ ഒരു മരണമായിരുന്നു വിസ്മയുടെ മരണം. കൊല്ലം നിലമേൽ സ്വദേശിനി വിസ്മയ ആയുർവേദ ഡോക്ടറാകാൻ കൊതിച്ച ഒരു മിടുക്കി പെൺകുട്ടി തന്നെയായിരുന്നു. ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ ജീവനൊടുക്കിയ ആ ഒരു വാർത്ത മലയാളികളുടെ കണ്ണുകളെ ഇന്നും ഈർന്നണിയിച്ചു. അന്ന് ഈ ഒരു കിരൺകുമാറിന് കിട്ടിയ ശിക്ഷാവിധി കേട്ട് മലയാളികൾ ഒന്നടങ്കം സന്തോഷിച്ചു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത കേട്ട് ആകെ എന്താളിച്ച് നിൽക്കുകയാണ് മലയാളികൾ. അതായത് കേസിലെ ശിക്ഷാവിധി മരവിപ്പിച്ച് പ്രതി കിരൺകുമാറിന് ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളം ഞെട്ടിയതാണ്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ വിസ്മയ ആ ദിവസം മാത്രം ആ വീട്ടിൽ നേരിട്ട കൊടിയ പീഡനങ്ങൾ, കൊടിയ മർദ്ദനങ്ങൾ, കൊടിയ ഉപദ്രവങ്ങളൊക്കെ കേട്ട് അതിന്റെ വിശദാംശങ്ങൾ വിസ്മയുടെ അച്ഛനമ്മയൊക്കെ പറയുന്നത് കേട്ട് കേരളം ഞെട്ടിയതാണ്. ആ കേസിൽ പ്രതി കിരൺകുമാർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രതി കിരൺകുമാറിന് ജാമ്യം എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വാർത്ത. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കും വരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്താണ് അത് കേവലം ജാമ്യം കിട്ടൽ മാത്രമല്ല, അത് ശിക്ഷാവിധി മരവിപ്പിക്കൽ കൂടിയാണ്. അതാണ് ഒരു പക്ഷേ ആ വിധിയെ കുറച്ചുകൂടി പ്രസക്തമാക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. എന്താണ് അത് സംഭവിക്കുന്നത് എന്ന കാര്യം അല്പസമയത്തിനകം നമുക്ക് അറിയാനും കഴിയും. എന്തായാലും നിലവിൽ കിരൺകുമാർ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാർ നിലവിൽ പരോളുമാണ്. വിസ്മയ ജീവനൊടുക്കിയ കേസിൽ തനിക്കെതിരെ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യം നൽകണം തുടങ്ങിയവയായിരുന്നു കിരൺകുമാറിന്റെ ഹർജിയിലെ ആവശ്യം. നേരത്തെ ഇതേ ആവശ്യങ്ങളുമായി ഹൈക്കോടതിയെ കിരൺകുമാർ സമീപിച്ചതാണ്. പക്ഷേ 2 വർഷമായിട്ടും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തീരുമാനമായില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയിലെ ഹർജിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2021 ജൂൺ 21 വിസ്മയ ശാസ്താംകോട്ട പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. BAMS വിദ്യാർത്ഥിനിയായ വിസ്മയുടെ മരണത്തിന് പിന്നാലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ S കിരൺകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആദ്യം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പിരിച്ചുവിടുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം ജൂൺ 21 ഭർത്തൃവീട്ടിൽ ഈ മുറിക്കുള്ളിലെ ശുചിമുറിയിൽ വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ഭർത്തൃവീട്ടുകാർ ഞെട്ടി നിൽക്കുകയായിരുന്നു കേരളം. ഒന്നിനു പുറകെ ഒന്നായി ദുരൂഹതകളാൽ നിറഞ്ഞ വിസ്മയുടെ മരണവും എത്തി. ഒടുവിൽ മരണത്തിന്റെ കാരണത്തിലേക്കായി അന്വേഷണം. കേരളം ഏറെ ചർച്ച ചെയ്തു ഈ സ്ത്രീധന പീഡന മരണക്കേസ്. ഭർത്താവ് കിരൺകുമാർ ആദ്യം തൊട്ടേ പ്രതിസ്ഥാനത്തായി. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്തോറും കിരൺകുമാറിന് കുരുക്കുമുറുകി. ജനകീയ പ്രതിഷേധങ്ങളുടെ വ്യാപ്തി കേസിന് പ്രാധാന്യം കൂട്ടി. സാക്ഷര കേരളത്തിന്, പ്രബുദ്ധ കേരളത്തിന് സ്ത്രീധനം എന്നത് ഇന്നും അപമാനത്തിന്റെ വാക്കായി നിൽക്കുന്നു. ഒടുക്കം വിസ്മയുടെ മരണത്തിന് ഒരാണ്ട് തികയുമ്പോൾ കേസിൽ വിധി വന്നിരിക്കുന്നു. കൊല്ലം 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കേരളത്തിന്റെ മനസാക്ഷിയാകെ കാതോർത്തു. സ്ത്രീധനമല്ല, സ്ത്രീയാണ് ധനം എന്നുള്ളൊരു തത്വം ഉയർത്തിപ്പിടിച്ചാണ് ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ കിരണും കുടുംബവും ഈ ഒരു വിവാഹാലോചനമായി എത്തിയതെന്നുള്ള ബന്ധുക്കൾ പറയുന്നുണ്ട്. മകൾക്കായി 100 പവൻ സ്വർണവും 1 ഏക്കറിലധികം ഭൂമിയും 10 ലക്ഷം വില വരുന്ന കാറുമാണ് വിസ്മയുടെ കുടുംബം നൽകിയത്. വിവാഹം കഴിഞ്ഞതോടെ കിരണിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. സ്ത്രീധനമായി നൽകിയ കാറിന്റെ പേരിലാണ് വിസ്മയ്ക്കെതിരെ പീഡനം തുടങ്ങിയത്. 10 ലക്ഷം രൂപയോ കാറോ നൽകുമെന്നതായിരുന്നു വിസ്മയുടെ കുടുംബം വാഗ്ദാനം ചെയ്തത്. ഇതനുസരിച്ച് വായ്പ എടുത്ത കാറ് വാങ്ങി നൽകിയെങ്കിലും 10 ലക്ഷം രൂപ മൂല്യമില്ലായിരുന്നു എന്നാണ് കിരൺ പറഞ്ഞിരുന്നത്. ജനുവരിയിലെ നിലമേലിൽ വിസ്മയുടെ വീട്ടിൽ മദ്യപിച്ച് പാതിരാത്രി എത്തിയ കിരൺ ഇക്കാര്യം പറഞ്ഞ് വിസ്മയോടും സഹോദരൻ വിജിത്തിനെയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. സ്ത്രീധനമായി കൂടുതൽ പണവും സ്വർണവും വില കൂടിയ ആഡംബര കാറും ആവശ്യപ്പെട്ടായിരുന്നു പിന്നീടുള്ള പീഡനം. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണ, ഉപദ്രവിച്ച് മുറിവേൽപ്പിക്കുക, കുറ്റകരമായിട്ടുള്ള ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് കിരൺകുമാറിനെതിരായിട്ടുള്ള അന്ന് ചുമത്തിയിരുന്ന കുറ്റങ്ങൾ. കൃത്യം 11 മണിക്ക് കോടതി ചേർന്നു. 5ാമത്തെ കേസായിരുന്നു വിസ്മയുടേത്. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN സുജിത്ത് വിധിന്യായം വായിച്ചു. വിസ്മയ സ്ത്രീധന പീഡന മരണക്കേസിൽ ഭർത്താവ് കിരൺകുമാർ കുറ്റക്കാരനാണ്. ഭർതൃഗൃഹത്തിൽ വിസ്മയ ആത്മഹത്യ ചെയ്തതിന് കാരണക്കാരൻ ഭർത്താവ് കിരൺകുമാർ മാത്രമാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. വിസ്മയുടേത് സ്ത്രീധന പീഡന മരണമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304B ശരിവെച്ചുകൊണ്ട് കോടതി വിധിച്ചു. 102 സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും ആത്മഹത്യാ പ്രേരണയായ 306 വകുപ്പ് പ്രകാരവും പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ കാരണമായി. ഇത്രയധികം സ്ത്രീധനം കിട്ടിയിട്ട് പോലും അതും തികയാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്തരത്തില് ഒരു ശിക്ഷാവിധി വന്നതും മലയാളികൾ ഏറെ സന്തോഷിച്ചു. ഈ കേസുമായി ബാധിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറായ G. മോഹൻരാജ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതൊക്കെയാണ്. ആരോപിച്ച പ്രധാനപ്പെട്ട 3 വകുപ്പുകളും, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകളും, സ്ത്രീധന നിരോധനത്തിലെ 2 വകുപ്പുകൾക്കും
കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് 323 5 നോട്ട് 6 എന്നീ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടില്ല. അത് വെറുതെ വിട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, ഇതൊരു സാമൂഹ്യ വിപത്ത് എന്നുള്ള നിലയ്ക്കാണ് പ്രോസിക്യൂഷനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ, പരമാവധി ശിക്ഷ. കാര്യം അതിനകത്ത് പ്രതിയുടെ വാദം കൂടെ കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് എന്തെല്ലാം മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് പറയാനുണ്ട് എന്ന് കേട്ടതിന് ശേഷം മാത്രമേ പ്രോസിക്യൂഷൻ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ ശ്രമങ്ങളെ ഒട്ടും ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. ഓരോ ദിവസവും എന്നോടൊപ്പം നിന്ന്, എന്നോട് ചേർന്ന് നിന്ന് നടത്തിയ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും പറയുകയാണ്. കാരണം ഇതൊരു ശ്രമം, ഒരു ടീം വർക്കിൻ്റെ ഭാഗം മാത്രമായിരുന്നു. ഒരു വലിയ കടുത്ത ഒരു ശ്രമം ഈ ട്രയലിന് ശേഷം, ട്രയൽ ആരംഭിച്ചപ്പോൾ വേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഓഡിയോ കോളുകൾ മുഴുവൻ എഴുതി വെർബാറ്റം റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വന്നു. അതിന് എന്നെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് എല്ലാവരോടും നന്ദി പറയാതെ യാതൊരു ശ്രമഫലമായ വേണ്ടി വന്നു. വിവാഹം കഴിഞ്ഞ് 9ാം ദിവസം വിസ്മയുടെ അച്ഛനോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖ തെളിവായിട്ട് നൽകിയതും ഈ ഒരു കേസിന് വലിയ രീതിയിൽ സഹായകമായിരുന്നു. അന്നത്തെ വിസ്മയുടെ ആ ഒരു ശബ്ദരേഖ മലയാളികളെ ഏറെ വേദനിപ്പിച്ചു. അതിൽ വിസ്മയെ പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു: എന്നെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ കാണത്തില്ല, അച്ഛൻ നോക്കിക്കോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്തേലും ചെയ്യും, എനിക്ക് പേടിയാകുന്നു അച്ഛ, എനിക്ക് അങ്ങോട്ട് വരണം, ഇവിടെ എന്നെ അടിക്കും, എനിക്ക് പേടിയാ, എന്നെ കൊണ്ട് പറ്റൂല അച്ഛ. ശബ്ദരേഖയിൽ വിസ്മയ പൊട്ടിക്കരഞ്ഞ് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അതിൽ പിതാവ് ത്രിവിക്രമൻ നായർ മകളെ ആശ്വസിപ്പിക്കുന്നതും വീട്ടിലേക്ക് പോരുമെന്ന് പറയുന്നതും ആ ഒരു ശബ്ദ സന്ദേശത്തിൽ കേൾക്കാമായിരുന്നു. കുറ്റക്കാരനെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എൻ്റെ മകൾക്ക് വന്ന ഇനി ഒരു കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃകാപരമായൊരു ശിക്ഷ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. തങ്ങൾക്ക് നീതി കിട്ടിയെന്നും പറഞ്ഞാണ് വിസ്മയുടെ മാതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചതും. ഈ ഒരു കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിലും അവർക്ക് ഏറെ തൃപ്തികരം, അതുപോലെ അവർക്ക് നീതി കിട്ടിയെന്നൊക്കെ തന്നെയായിരുന്നു അവർ പറഞ്ഞത്. കുറ്റക്കാരനാണെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. പിന്നെ നാളത്തെ വിധി കൂടെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അതിന് അനുകൂലിച്ച് പറയാൻ പറ്റുള്ളൂ. അതായത് ശിക്ഷ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തെറ്റുകാരനാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശിക്ഷ എന്താണെന്നും കൂടെ വരട്ടെ. ഞങ്ങൾ കൊച്ചിലെ കാണുന്ന കൊച്ചാണ്, അറിയാണ്ട് നല്ല കൊച്ചാണ്. ഇത് സംഭവിച്ചാൽ ഒരുപാട് ദുഃഖമുണ്ട്. പെട്ടെന്ന് വിധി വന്നാലും അല്ലേ നമുക്ക് തൃപ്തരാണ്. എന്നുവെച്ചാൽ പ്രതിക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. ഇപ്പോൾ നാളെ ശിക്ഷ എന്താണെന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ അതിലൊരു പ്രതീക്ഷയുണ്ട്, തക്കതായ ശിക്ഷ തന്നെ കിട്ടും. ദക്ഷിണ മേഖല IG ഹർഷിത അട്ടലൂരിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്. സർക്കാർ തലത്തിൽ തന്നെ അതിവേഗം നീതി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി. കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് അവരുടെ ഭാഗം ഭംഗിയായി നിർവഹിച്ചു. ഇതിനിടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിനെ സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് ജീവൻ വെടിയേണ്ടി വന്നതിനെ അത്ര ലളിതമായല്ല കാണേണ്ടതെന്ന ബോധം സമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിന്നു എന്നതാണ് ഈ കേസിന്റെ സാമൂഹ്യ പ്രസക്തി. അതുകൊണ്ട് തന്നെ ഈ വിധിക്കും എന്തെന്നില്ലാത്ത പ്രാധാന്യം. അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും പറയുന്നതും ഇതുപോലെ തന്നെ കിരൺകുമാറിന് ശിക്ഷ കിട്ടിയതിൽ വളരെയേറെ സന്തോഷം എന്ന് തന്നെയായിരുന്നു. കാരണം മലയാളികളെ അത്രമേലും നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു വിസ്മയുടെ. ഇത്രയും വലിയൊരു സ്ത്രീധനം കൊടുത്തിട്ട് പോലും അത് പോരാ എന്ന് പറയുന്ന ഇവന്മാരുണ്ടല്ലോ, അതും സർക്കാർ ഉദ്യോഗസ്ഥൻ. യുവമാരൊക്കെ എന്ത് രീതിയിലാണ്, അല്ലെങ്കിൽ നാളെ ഒരു പെൺകുട്ടി ഇതുപോലെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ എന്തൊക്കെയായിരിക്കും അല്ലേ? ശരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീധനം നമ്മൾ കൊടുക്കരുത്. കൊടുക്കുമ്പോഴാണ് അമ്മമാർക്ക് പോരാ, ഇനിയും വേണമെന്നുള്ള ഒരു അത്യാഗ്രഹം തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് ഇടയാക്കുന്നത്. പിന്നെ ആത്മഹത്യ എന്ന് പറയുന്ന ചില നിമിഷങ്ങളിൽ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സംഭവമാണ് അത്. ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന, ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. ശരിക്കും അതിനെ നമ്മൾ അതിജീവിച്ച് കഴിയുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് ആ ലൈഫിനെ നല്ല ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ തന്നെ സാധിക്കും. ഒരുപക്ഷെ വിസ്മയ ഈ ഒരു ആത്മഹത്യ അല്ല സ്വീകരിക്കാതെ മറ്റു മാർഗം, അതായത് ഇതിനെ പോരാടി മുന്നോട്ട് നിന്ന് ഇതുപോലെയുള്ളവന്മാർക്കൊക്കെ നല്ല മറുപടി കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് പല പെൺകുട്ടികൾക്ക് ഒരു മാതൃകാപരം തന്നെയായിരുന്നു. ഇനി ഏതൊരവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലും ഒരു പെൺകുട്ടിയും ഇതുപോലെ ആത്മഹത്യ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാതെ മുന്നോട്ട് പൊരുതി ജയിക്കാനുള്ള ഒരു വീറും ആവേശവും തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ കിരൺകുമാറിന് സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമാണ് ലഭിച്ചത്. കാരണം ഇവന്റെ ഭാവി എന്ന് പറയുന്നത് ഹൈക്കോടതിയിലുള്ള വിധിയിലാണ് ആശ്രയിക്കുന്നത്. ശിക്ഷ മരവിപ്പിച്ചിട്ടുള്ളതും ഈ ഒരു ജാമ്യ വ്യവസ്ഥകൾ പരിഗണിച്ചിട്ടുള്ളതുമായ ഈ ഒരു ഇടക്കാല ഉത്തരവ് നീതിയുടെ അന്തിമ വഴിത്തിരിവല്ല. കാരണം ഇത് സമയനീതിയുടെയും തെളിവുകളുടെ വിശകലനത്തിന്റെയും ഒരു അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇത് നിശ്ചയിക്കുക.